ഒന്ന് പരിചയപ്പെട്ടാലോ? കുറേ പേർക്കുള്ള സംശയം ഉണ്ടാ, നീ ഏതെണ്ണ നീ കുറച്ച് ദിവസമായാലും തീ കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൂണ്ട് വിളയാടുന്നു, ഏതെണ്ണന്നൊക്കെ സംശയം ഉണ്ടോ? ഇന്നലെ ഇൻസ്റ്റയിൽ നിന്നുകൊണ്ട് ഒരു മച്ചാൻ എനിക്ക് ഇതുപോലെ കമൻ്റ് അടിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ലെങ്തി വീഡിയോസ് ചെയ്യാമെന്ന്. അപ്പം ബാക്കിയുള്ളവർക്കൊരു ഉപകാരമാവില്ല, എന്നെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് അജ്മൽ. സ്നേഹമുള്ളവർ അജു എന്ന് വിളിക്കും, അച്ചു എന്ന് വിളിക്കും, കൂട്ടുകാരന്മാർ കഴിവേറി എന്ന് വിളിക്കും. അങ്ങനെ പല പല പേരുകളുണ്ട് എനിക്ക്. നാട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ 3 പീടിക, ജോലി ചെയ്യുന്നത് കുവൈറ്റിൽ. അപ്പം ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതല്ലേ? അപ്പം എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയ പുതിയ ഫ്രണ്ട്സുകൾ വരുന്നുണ്ട്, സബ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവരുടെ അടുത്തും സ്നേഹം മാത്രം, സന്തോഷം. ഞാൻ കൂടുതൽ റിയാക്ഷൻ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല പൈറ്റ് നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ച് റിയാക്ഷൻ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരക്കേടില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വല്ലാണ്ട് ഇതൊന്നുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ പേർക്ക് വേറൊരു സംശയമുണ്ട്, നിനക്ക് പൈസ കിട്ടിത്തുടങ്ങിയ, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിത്തുടങ്ങിയ? ഒരു ഉണ്ടയും കിട്ടിയിട്ടില്ല. ഇതിന് കുറച്ച് കടമ്പകൾ ബാക്കിയുണ്ട്. അത് യൂട്യൂബിൻ്റെ ഫീൽഡിലുള്ളവർക്ക് അറിയാം. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം, അങ്ങനത്തെ കുറച്ച് കടമകളൊക്കെ ഉണ്ട്. ആയിട്ടില്ല. അതിന് ലെങ്തി വീഡിയോസൊക്കെ ഇടണം. ഇനി ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ലെങ്തി വീഡിയോസ്, അധികമല്ല, 4 മിനിറ്റിൻ്റെ ഒക്കെ ചില ഇതൊക്കെ വരും കേട്ടോ. ഉണ്ടാവില്ല കൂടെ. പിന്നെ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹം മാത്രം കേട്ടോ. എൻ്റെ ക്യാമറ ക്വാളിറ്റിയൊക്കെ വല്ലാണ്ടൊന്നുമില്ല മുത്തേ, ഭയങ്കര മങ്ങിച്ചൊക്കെ ഉണ്ട്. പഴയ ഫോൺ അതിൽ എടുത്തുകൊണ്ടിരിക്കണത്. ഫോണൊക്കെ മാറ്റണം. പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് പ്രാന്തണോ വട്ടണോ എന്നൊക്കെ. അങ്ങനത്തെവരോടൊന്നും നമ്മൾ റീപ്ലൈ പറയാൻ പാടില്ല മുത്തേ. നമുക്കൊരാളെ വായെ മൂടിക്കെട്ടാൻ പറ്റൂലല്ലോ. നമ്മളെപ്പറ്റി ഇപ്പം പലരും പലതും വിചാരിക്കും, അതവരെ വിചാരണം. നമുക്ക് നമ്മളോടെ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ? എൻ വഴി തനി വഴി അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. എൻ്റെ അടുത്ത് കുറേ പേര് പറയുന്നുണ്ട്, മച്ചാന്മാരെ എൻ്റെ വീഡിയോസൊക്കെ അടിപൊളിയാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ടിക്ടോക്കിലൊക്കെ കേട്ടോ. ടിക്ടോക്കിൽ അത്യാവശ്യം എനിക്ക് റീച്ച് ആയി തുടങ്ങുന്നുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്, ഒരിത്. പിന്നെ എനിക്ക് കൂടുതൽ ഇങ്ങനെ നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ വീഡിയോസൊക്കെ കൂടുതൽ ഒരു ട്രോള് പറയേണ്ട കാര്യങ്ങൾ പറയാൻ വേണം, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവാൻ വേണം. കുറച്ച് കോമഡി, കുറച്ച് ഇത് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ കുറേ പേര് വിചാരിക്കുന്നുണ്ടോ, നീ എന്തിനാണ്ടൊക്കെ ഇടുന്ന് ഇങ്ങനെ വണ്ണ കുറക്കുന്ന വായ കുറക്കുന്നൊക്കെ ഇതുണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വീഡിയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, റിയാക്ഷൻ വീഡിയോ. അപ്പം അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാനിങ്ങനെ, എടാ പൊന്നെ അങ്ങനെ ചെയ്യാൻ പാടുണ്ട, തെറ്റല്ലേ, അങ്ങനെയല്ല പറയേണ്ടത്. തിരിച്ചുകൂടെയൊക്കെ ആയിട്ട് സംസാരിക്കണം, അങ്ങനെ വേണം. എന്നാലേ കാണുന്നവർക്കൊരു ഇത് വരുള്ളൂ, ശരിയല്ലേ? അങ്ങനെയാണത്. ഞാനൊരു പാവം കേട്ടോ, നിഷ്കളങ്കനാണ്, ചുമ്മാ. അപ്പോൾ ഇത്രക്കുള്ള മുത്തേ, വീണ്ടും സന്ധിക്കും വരെ വണക്കം.